അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫീസ്റ്റ് ആൻഡ് ഫാസ്റ്റ്. കൂടുതൽ ആളുകളും ഫോളോ ചെയ്യുന്ന ഒരു ഡയറ്റ് പ്ലാൻ ആണല്ലോ LCHF. ഈ ഡയറ്റ് പ്ലാനിന് വേണ്ട സിമ്പിളും ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഫീസ്റ്റ് ആൻഡ് ഫാസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു കപ്പ് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ ലൈം ജ്യൂസ്, അത് ഓപ്ഷണലാണ്, 1 ടീസ്പൂൺ ലൈം ജ്യൂസ്. പിന്നെ 1 കപ്പ് ചിക്കന്. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ. കുരുമുളക് പൊടി 1 ടീസ്പൂൺ. പിന്നെ തേങ്ങാപ്പാൽ, ഇവിടെ കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്, 3/4 കപ്പോളം. പിന്നെ ഒറിഗാനോയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഒറിഗാനോ അതിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കാം. പിന്നെ അവസാനം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സവോളയാണ്. സാധാരണ ചെറിയ ഉള്ളിയാണ് ഇതിന് ഉപയോഗിക്കാറ്, പക്ഷേ ഇവിടെ ഞങ്ങൾ ഒരു സവോള ചെറുതാക്കി അരിഞ്ഞതാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് കോളിഫ്ലവറും ചിക്കനും ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് കോളിഫ്ലവറും ചിക്കനും ഒരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാം. അതിലേക്ക് ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഓപ്ഷണലാണ്. ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് നമ്മൾ അതിൻ്റെ പകുതിയാണ് ഇടുന്നത്, അത് 1/2 ടേബിൾ സ്പൂൺ. ബാക്കി നമ്മൾ ബാലൻസ് ചെയ്ത് അവിടെ വയ്ക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ എടുത്ത് വെക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇടയ്ക്കൊന്ന് നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൽ നമ്മൾ കുറച്ച് എണ്ണ ഉപയോഗിച്ചാൽ മതി, കാരണം നമ്മൾ ഇതിൽ തന്നെയാണ് ഉള്ളി വഴറ്റുന്നതും. അപ്പോൾ അതിനനുസരിച്ച് എണ്ണ ഉപയോഗിച്ചാൽ മതി. നമ്മൾ അതിലേക്ക് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ബാലൻസ് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് ഇടുന്നത് ഉള്ളിയാണ്. നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒറിഗാനോ, നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഇട്ടാൽ മതി. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കറിവേപ്പിൻ്റെ ഇല ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇല ഒന്ന് വാടി വരുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. നമ്മളിവിടെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ചതിന് ശേഷം നമ്മളിങ്ങനെ നന്നായിട്ട് ചൂടാക്കാൻ പാടില്ല. ഇനി നമ്മൾ അതിലേക്ക് ചെറുതാക്കി മുറിച്ച ക്യാപ്സിക്കം ഒന്ന് ഇട്ട് കൊടുക്കാം. അത് നേരത്തെ നമ്മൾ ഇൻഗ്രീഡിയൻസിൽ പറയാൻ വിട്ടുപോയതാണ്. എന്നിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് തേങ്ങാപ്പാലിന് പകരം ഫ്രഷ് ക്രീം യൂസ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ LCHF ഡയറ്റ് പ്ലാനിന് വേണ്ട ഈ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സിമ്പിളും ടേസ്റ്റിയുമാണ്.
അതിനോടൊപ്പം തന്നെ ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.